പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാശ്മീരി വാലെ ട്രെയിൻ ജേണിയാണ് ഇന്ന് നടത്താൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പുറകിലുള്ളത് ബനിഹാൽ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു യാത്ര പോവാണ്. സ്നോഫാൾ, അതൊരു സ്നോ ട്രെയിൻ ഉണ്ടല്ലോ, നിങ്ങളെ മഞ്ഞിലൂടെ പോകുന്ന ഒരു ട്രെയിൻ നമ്മളൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു ട്രെയിനിലാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലായിട്ട് ഒരു ട്രെയിനാണ്. അപ്പോൾ ഇന്ന് അതിന് സാധിച്ച് അപ്പോൾ ഇവിടെ ബനിഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ ഞാൻ. അപ്പോൾ നമുക്ക് നേരെ സ്റ്റേഷനകത്ത് പോകാം. നമുക്ക് പോകാനുള്ള ട്രെയിൻ 3:15 സ്നോ കിട്ടുമോ എന്നൊക്കെ നമുക്ക് സ്റ്റേഷനകത്ത് പോയി നോക്കാം. സ്നോ ഒക്കെ ഉണ്ടാവുന്നത്. പിന്നെ ആ ഭാഗത്തൊക്കെ നല്ല സ്നോ ആണ് കേട്ടോ. ഇതാണ് ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് നേരെ സ്റ്റേഷൻ്റെ അകത്തോട്ടേക്ക് പോകാം. ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ടാണ് സ്റ്റേഷനിലേക്ക് പോകാനുള്ളത്. ബനിഹാൾ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ആ ഭാഗത്തൊക്കെ നല്ലതായിരിക്കും മഞ്ഞിടാം മഴേൻ്റെ വീട്ടിലേക്ക്. ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് 20 രൂപയാണ്. അത് പിന്നെ ഇവിടെ കാണുന്ന വണ്ടി ഇത് ഫുൾ വിസ്റ്റഡം കോച്ചുള്ളൊരു വണ്ടിയാണ്. AC ടൂറിസ്റ്റ് വണ്ടിയാണല്ലേ ഇവിടുത്തെ. ഇത് ബനിഹാൾ ബഡ്ഗാമിലേക്ക് പോകുന്ന വണ്ടി. ഇതാടെ ബനിഹാൾ ബഡ്ഗാം. ഇത് DEMU തന്നെയാണ് കേട്ടോ. നമുക്ക് പോകാനുള്ളൊരു DEMU തന്നെയാണ്, ഡെമു. അപ്പം ഇങ്ങനെയാണ് പ്ലാറ്റ്ഫോമിൻ്റെ അകത്തുള്ള കാഴ്ച. നല്ല റഷ് ഉണ്ട് കേട്ടോ. വണ്ടിക്കകത്ത് കയറാൻ നല്ല റഷ് ഉണ്ട്. സമയം ഇപ്പോൾ 2:57, 3:15 നമുക്ക് പോകാനുള്ള ഡെമു വരാനുള്ളത്. സ്റ്റേഷൻ്റെ ബാക്കിലായിട്ടും കുറേ മലനിരകളുണ്ട്. അതിൻ്റെ മീറ്റ് മൊത്തം മഞ്ഞാണ്. ഒറ്റക്കൊരു വണ്ടി ചെയ്തിട്ടുണ്ട്. ഇതന്നെയൊന്നും അറിയില്ല കേട്ടോ, കാരണം നെറ്റ്വർക്കൊന്നും കിട്ടുന്നില്ല. സിമ്മൊന്നുമില്ല, കിട്ടിയിട്ടില്ല. ഇത് സങ്കൽഡാൻ ബാറാമുല്ല ഡെമോ ആയിരിക്കും നമ്മൾ വണ്ടിയാണെങ്കിൽ. ട്രെയിൻ കൃത്യം 3:15 തന്നെ ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്തു. ഇതാ വീണ്ടും നിർത്തി, അരിക്കവണി നിർത്തി കൊടുത്തു. ഈ ഗ്ലാസ് വലിയ ക്ലിയർ ഇല്ല. ഡോറിൻ്റെ അടുത്ത് പോയിട്ട് തന്നെ വീടെടുക്കേണ്ടി വരും. ട്രെയിനിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇൻറ്റീരിയർ വരുന്നത്. അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ അകത്ത് നല്ല ചൂടുണ്ട്. കാരണം മഞ്ഞിൽ കൂടെ പോകുന്ന ട്രെയിനല്ലേ, അതുകൊണ്ട് നല്ല ചൂടുണ്ട് ഇതിനകത്ത്. ഇത് സങ്കൽഡാന്ന് ബാറാമുല്ലയിലേക്ക് വന്ന ഡെമോ ആണ്, DEMU. സ്നോ കിട്ടുമെന്നറിയില്ല ഈ സമയത്ത്. എന്തായാലും കുറച്ചങ്ങോട്ട് ഓടേണ്ടി വരും സ്നോൻ്റെ സ്ഥലത്ത് എത്തണമെങ്കിൽ. ശ്രീനഗറിൽ ഇപ്പോഴും സ്നോഫാൾ ഉണ്ടെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. ട്രെയിൻ സ്പീഡ് എടുത്ത് തുടങ്ങി. ആ ഭാഗത്തോട്ടൊക്കെ മൊത്തം മഞ്ഞാന്ന്. ആ മലേൻ്റെ മീത്തൊക്കെ മൊത്തം മഞ്ഞാന്ന്. ഇതിൻ്റെ അകത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ടണലിലേക്ക് എത്തിട്ടോ ട്രെയിന്. ഏകദേശം 11 കിലോമീറ്റർ ഉണ്ട് ഈ ടണലിൻ്റെ നീളം എന്നറിയുന്നത്.
അടിപൊളി, എല്ലാ സ്നോഫാൾ ഉണ്ട് ഇവിടെയൊക്കെ. ലൈഫിൽ ആദ്യമായിട്ടാണ് സ്നോ കാണുന്നത് നേരിട്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ വന്ന സമയം കൃത്യസമയം, അടിപൊളി സമയം. യൂറോപ്പിലൂടെ പോകുന്നൊരു ഫീല്. ഞാൻ ഇവിടുന്ന് മാറൂല കേട്ടോ. മൊത്തം ആൾക്കാരാട്ടോ അവരുടെ അടുത്ത്. എല്ലാവരും ടണലിന്റെ സമയത്ത് എല്ലാവരും അകത്തായിരുന്നു. ഈ മഞ്ഞ് സ്നോ കാണുമ്പോ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹോം സിഗ്നലൊക്കെ കണ്ടിയാലേ. ഗാസിക്കുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിരിക്കുകയാണ്. അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ലൈവ് സ്നോ. ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തിട്ടാ. ഇവിടെ മൊത്തം ആർമിക്കാരാണ് കേട്ടോ. കാരണം ഇത് ബോർഡർ ആണല്ലോ പാകിസ്ഥാന്റെ. എന്ത് രസമാണല്ലേ സ്നോയിൽ കാണാൻ. ആ സ്ലീപ്പറൊക്കെ നോക്കിയാ സ്നോയില് മുങ്ങി കിടക്കുന്നത്. അടിപൊളി അടിപൊളി അടിപൊളി. ഒരു വാക്കും കിട്ടുന്നില്ല ഈ വ്യൂ. ഒരു നിലമ്പൂർ റൂട്ടിനും ഒരു കൊങ്കൺ റൂട്ടിനും ഒരു ബീസ്ലേഗട്സും ഒന്നിനും കിട്ടാത്ത ഫീലാട്ടോ ഇത്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ റൂട്ട് ഇൻ ഇന്ത്യ നിസ്സംശയം പറയാം നമുക്ക്. ഞാൻ പോയതിൽ ഏറ്റവും അടിപൊളി ട്രെയിൻ യാത്ര. എല്ലാവരും എക്സൈറ്റഡ് ആണ് സ്നോ ഉണ്ട്. ഇപ്പൊ ഈ കാണുന്ന സ്നോ ഇല്ലേ, ആ സ്നോയിലൂടെ നമ്മളെ ഹിംസാഗർ എക്സ്പ്രസ് ഒക്കെ യാത്ര ചെയ്യാനുള്ളതാണ്. USBR ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ പ്രൊജക്ട്. ആ ഒരു സംഭവം ഉണ്ടല്ലോ, കട്ര മുതൽ ബാരാമുള്ള വരെയുള്ള റെയിൽവേ ലൈൻ കണക്ട് ചെയ്യുന്നുള്ള സംഭവം. അത് ഈ മാസം ജനുവരി 26 കൂടി വന്ദേ ഭാരത് എക്സ്പ്രസ് ഡൽഹിയിൽ നിന്ന് ബാരാമുള്ളയിലേക്ക്, ഡൽഹി ശ്രീനഗറിലേക്ക് ഒരു വന്ദേ ഭാരത് സ്ലീപ്പർ അവർ ആദ്യമായി ട്രാക്ക് ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യത്തെ റൂട്ട് അതാണ്, ഡൽഹി ടു ശ്രീനഗർ വന്ദേ ഭാരത് സ്ലീപ്പർ. അപ്പോൾ ആ ഒരു റൂട്ടിൽ ആ വണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യൻ റെയിൽവേയുടെ നിരവധി ട്രെയിനുകൾ ഇങ്ങോട്ടേക്ക് എത്തും. അതിലൊന്ന് നമ്മളെ ഹിംസാഗർ എക്സ്പ്രസ്. ഞാൻ പറഞ്ഞ പോലെ ഹിംസാഗർ എക്സ്പ്രസ് ഇതിലൂടെ പോകുന്ന ഒരു അവസ്ഥ, ഒരു ഫീൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ.
നല്ല അടിപൊളി സ്നോട്ടാ. ഇത്തവണ നല്ല തണുപ്പാണല്ലോ, അവിടെ നല്ല സ്നോ ഉണ്ട്. കഴിഞ്ഞ വർഷം ഇങ്ങനെയല്ല ഉണ്ടായത്. അതിന് സ്നോഫാള് കാണാൻ ഗുൽമർഗിലേക്ക് പോകേണ്ട ആവശ്യമില്ല. താഴെ മൊത്തം വീടുകളാണ് കേട്ടോ. എന്താണല്ലോ യൂറോപ്പനാ. സ്നോയില് നമ്മൾ ട്രെയിൻ കറോയിന്ന് പോകുന്നതാണ്. എന്ത് രസാണല്ലേ. ട്രെയിൻ അടുത്തൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രാക്കൊക്കെ മൊത്തം സ്നോലി. സദുര റെയിൽവേ സ്റ്റേഷൻ. കൈയൊക്കെ മരവിച്ച്. ഇവിടെ ഇറങ്ങാം. ഫ്രഷ് സ്നോ ചവിട്ടിയത് കയറാൻ. ഇവിടെ അത്ര സ്നോ ഇല്ല. കഴിഞ്ഞ ഗാസിഗുണ്ടിൽ നല്ല സ്നോ ഉണ്ടായിന്. ഇവിടെ എല്ലാ രീതിയിലും സ്നോ ഇല്ല. എന്നാലും ഗാസിഗുണ്ടിൽ ഇത്ര ഈ ഒരു ലെവലിലായിരുന്നു സ്നോ ഉണ്ടായി. അതാ ഉദ്ദേശിച്ചത്. എന്നാലും സ്നോ ഉണ്ട്, അത്യാവശ്യത്തിനുണ്ട്, അത്യാവശ്യത്തിൽ അധികം ഉണ്ട്. അടുത്തൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിരിക്കുകയാണ്. സ്നോ കുറച്ച് കുറഞ്ഞ പോലെ ഒരു ഫീൽ ഉണ്ട്. കഴിഞ്ഞ റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്ക് മൊത്തം മൂടിക്കാണ്ടേ. ഞാൻ കാണുന്ന സ്റ്റേഷൻ ഞാൻ അങ്ങ് അവിടെ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഒട്ടും കാറ്റില്ലാതെ, അതുകൊണ്ട് ഒരു മോശനുമില്ല. ഇനി ഇവിടുന്ന് ഈ ട്രെയിനകത്ത് കുറേ പേര് കയറാണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പോട്ടേക്ക് പോവാ. എൻ്റെ ബാഗൊക്കെ അവിടെയുള്ളതാണ്, അവിടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിന്ന് വായിച്ചോക്കിയാ അടിപൊളി. നല്ല തുറന്ന സ്റ്റേഷൻ, ഫുൾ ഓപ്പൺ സ്റ്റേഷൻ. പ്രശ്നം കുറച്ചും കൂടി കൂടിയിട്ടാ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾക്ക്. സമയം 4:16 രാവിലെ. ഒരു 8 മണി 7 മണി ആ ഒരു ഫീലിംഗ്.
പൻസ്ഗാം എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഡിപ്പാർട്ടെയാണ്. चलो चलो उठाओ कोई बात नहीं. Video cache like the iPhone. ട്രെയിൻ അവണ്ടിപ്പുര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. കണ്ടിട്ട് ഇവിടെ ഒരു ക്രോസിങ്ങുള്ള ലക്ഷണമുണ്ട്. ഇതാ ഇവിടെ നല്ല ഫ്രഷ് സ്നോ. ഇതിപ്പോൾ അടുത്ത് ഈ സമയത്ത് വീണെന്നാണ് തോന്നുന്നത്. നല്ല അടിപൊളി സ്നോ. നല്ല ഫ്രഷ് സ്നോ. ക്രോസിംഗ് ആണ് ട്രെയിൻ. ക്രോസിംഗ് ആണ്. ഇവിടെ നെറ്റ്വർക്ക് കിട്ടാത്ത കാരണം ഈ സ്റ്റാറ്റസ് ഒന്നും അറിയുന്നില്ല. അതുകൊണ്ടാ ഏതോ ഒരു വണ്ടി ചെയ്തുണ്ട്. ശ്രീനഗറിലേക്ക് ബനിഹാളിലേക്ക് പോകുന്നതായിരിക്കും. അതല്ലെങ്കിൽ എടുക്കാം. ഇതും ഡെമു തന്നെ കേട്ടോ. ഇതും ഈ റൂട്ടിൽ ഇലക്ട്രിക് ഒന്ന് ഓടിത്തുടങ്ങിയിട്ടാണ് തോന്നുന്നത്. ഇലക്ട്രിഫൈഡ് ഒക്കെ ആയി തുടങ്ങി. റൂട്ടൊക്കെ ഇലക്ട്രിഫൈഡ് ആയി കഴിഞ്ഞ്. ഈ ട്രെയിനിൻ്റെ അകത്ത് ഫുഡൊന്നും കിട്ടുന്നില്ല. കടല മാത്രം അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് വിഷമിട്ട് അതുകൊണ്ട് ഒരു കടല വാങ്ങിക്കും. പിന്നെ സ്നോ ഒക്കെ എടുത്തോട്ട് കൈയൊക്കെ ഫുള്ള് മരവിച്ച്. ഇപ്പോൾ ഫോണൊക്കെ പിടിക്കാനേ പറ്റുന്നില്ല. കൈയൊക്കെ ക്ലീനായി, നല്ല രീതി ക്ലീനായി. നല്ല രീതിക്ക് സ്നോ ഉണ്ട് കേട്ടോ ഇത്തവണ. എന്തോ ലക്കുണ്ട്, നമുക്ക് നല്ല ലക്കുണ്ട്. സാധാരണ നമുക്ക് എവിടെയോ പണിയിട്ടില്ല പണി ഇന്ത്യൻ റെയിൽവേയിൽ. ട്രെയിനൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ഇത് നല്ല ലക്കുണ്ട്. സാധനമൊക്കെ സ്നോ ഒക്കെ കിട്ടി. ട്രെയിൻ ശ്രീനഗർ എത്തുന്നതിന് മുമ്പുള്ള പമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് അടുത്ത സ്റ്റോപ്പാണ് ശ്രീനഗർ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ ആ ഭാഗത്തോട്ടൊക്കെ ഇപ്പോൾ സ്നോഫാള് വരുന്നുണ്ട്. ആ ഭാഗത്തോട്ടൊക്കെ ആ ഭാഗത്ത് സ്നോഫാൾ ഉണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ സ്നോഫാൾ നിന്നിട്ടുള്ളത്, തൽക്കാലത്തൊക്കെ നിന്നിട്ടുണ്ട്. ഇതൊക്കെ ഇന്നലെ രാത്രി ചെയ്ത സ്നോ ആയിരിക്കും. ഇവിടുത്തെ സ്നോ ഒക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. ഒന്നും ആയിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ആൾക്കാരൊക്കെ നടന്നു പോകുന്ന കാരണം ഒക്കെ ഒരുക്കി പോയിട്ടുണ്ട്. പിന്നെ അതാ ആ ഭാഗത്ത് നല്ല രീതിക്കൊരു സ്നോഫാൾ ഉണ്ട്. നല്ല രീതിക്ക് കണ്ടോ ആ ഒരു കളറ്, ആ ഒരു ഫോഗ്നെസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഭാഗത്ത് എത്രമാത്രം സ്നോഫാൾ വരുന്നുണ്ട് എന്നുള്ളത്. അതിക്ക് നിങ്ങൾക്ക് ഫോണിൽ കാണുമ്പോൾ, ഈ ഫോണിലത്തെ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നേരിട്ട് തന്നെ കാണണം. ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ എത്ര സമയം നിർത്തിയിട്ട്. നമ്മൾ 5 മണിക്കാണ് ശ്രീനഗറിൽ കയറേണ്ടത്. ഇപ്പോൾ ഓൾറെഡി 5:06, 7 റേഞ്ചായി. കുറച്ച് ഡിലേ. അടുത്ത സ്റ്റേഷനാണ് ശ്രീനഗർ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വിശപ്പുമില്ല, ദാഹവുമില്ല, ഒന്നുമില്ല. മെല്ലനെ വരുന്നത്. നമ്മൾ നേരത്തെ ഒരു സ്റ്റേഷനിൽ കണ്ട ഡെമോ ആക്ച്വലി ഒരു കാശ്മീർ ടച്ചുള്ള ഡെമോ അല്ല. ഇതാണ് നല്ലൊരു ഡെമോ. ഈ ഡെമോ കറക്റ്റ് ആ ഒരു സ്നോ ഉള്ള ഭാഗത്തൂടെ പോകുമ്പോൾ കറക്റ്റ് ഒരു സ്വിറ്റ്സർലാൻഡ് ടച്ച് ഉണ്ട്. നോർത്തേൺ റെയിൽവേൻ്റെ മെമ്മോ ആണ് കേട്ടോ. ഈ ഭാഗമൊക്കെ വരുന്നത് നോർത്തേൺ റെയിൽവേൻ്റെ ഫിറോസ്പൂർ കണ്ടോൺമെൻറ്റ് ഡിവിഷനാണ്. നമ്മൾ ഇവിടുന്ന് എടുത്തു കേട്ടോ.
നമ്മൾ ഈ അതിമനോഹരമായ പമ്പൂർ സ്റ്റേഷനിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്തു. എല്ലാ സ്റ്റേഷനും അതിമനോഹരം തന്നെയാണ്. ഈ മരങ്ങളൊക്കെ ഇങ്ങനെ സ്നോയിൽ നിന്ന് കാണാൻ എന്ത് രസമാണല്ലേ. ഇതാ അവിടെ ഒരു കൂട്ടം മരങ്ങൾ അങ്ങനെ ഉണ്ട്. അങ്ങ് അവിടെ ചെറുതായിട്ട് സൂര്യപ്രകാശം കാണാം. ആ സൂര്യൻ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് തന്നെ മെൽട്ടായി തുടങ്ങും. ബനിഹാളിൽ നിന്ന് 83 കിലോമീറ്റർ കവർ ചെയ്ത് നമ്മൾ ശ്രീനഗറിലേക്ക് എത്തി. സമയം 5:15, 15 മിനിറ്റ് ഇടിയില്ല. നൈശ്വര്യമായിട്ട് വലത് കളിച്ചെന്നൊക്കെയാ. ശ്രീനഗർ, ഇതാണ് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ റൂഫിലൊക്കെ സ്നോ വീണെടുക്കുന്നുണ്ടോ. ആഹാ, ഇവിടെ അടിപൊളി തണുപ്പാണ്. തണുപ്പടിപൊളി. SINA ആണ് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് കേട്ടോ. ഇവിടുത്തെ തണുപ്പ് രക്ഷയില്ല. പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മൾ വണ്ടി വന്നിട്ടുള്ളത്. ശ്രീനഗർ പ്ലാറ്റ്ഫോം നമ്പർ 1. ജമ്മു കാശ്മീരിൻ്റെ വിൻ്ററിലെ ക്യാപിറ്റലാണ് ശ്രീനഗർ. എന്താ അടിപൊളി. പുറത്തോട്ടൊക്കെ നല്ല അടിപൊളിയും മലയും അതിന് മുകളിൽ നല്ല രീതിക്കുള്ള സ്നോഫോളും. ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഗേറ്റ്, മെയിൻ ഭാഗം, മെയിൻ സ്ഥലമൊക്കെ ഇവിടെ. അടിപൊളി സ്റ്റേഷൻ, ഇന്ത്യയിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റേഷൻ ആണെന്നൊക്കെ പറയാം. കാരണം നല്ല രീതിക്കാണ് സ്നോഫോളൊക്കെയാണ് ഇവിടെ. സ്നോഫോളല്ല, സ്നോ ഉണ്ട്. പിന്നെ ഇവിടെ നിന്നെന്തോ സ്നോ ഒക്കെ മെൽറ്റ് ചെയ്ത് താലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ്, മെയിൻ ഭാഗം, മെയിൻ ബിൽഡിംഗ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ശ്രീനഗറിനൊക്കെ വലിയ രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. 3 ഭാഷയിലുണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു 3 ഭാഷയിലുണ്ട് ശ്രീനഗറിന്. ഇനി ടാൾ ഗേറ്റിൻ്റെ അവിടത്തേക്കാണ് പോകണ്ടേ. ആ ഭാഗമൊക്കെ വരുന്നത് അവിടത്തേക്കാണ്. അങ്ങോട്ടേക്ക് പോകണം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇനി നേരെ അങ്ങോട്ടേക്ക് പോകണം. പുറത്തോട്ട് ഇറങ്ങി നടക്കുകയാണ് ടാൾ ഗേറ്റിൻ്റെ അവിടത്തേക്ക്. വണ്ടിയൊക്കെ കിട്ടുമായിരിക്കും. നമ്മളെ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ ഒരു ബസ്സൊക്കെ കാണുന്നുണ്ട്. മേ ബി ഇതായിരിക്കുമോ എന്നറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ ഇവിടുത്തെ കാഴ്ച നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കാഴ്ചയാണ്. ഇവിടെ നിന്നൊരു ബസ് കിട്ടി ടാൾ ഗേറ്റിൻ്റെ അടുത്തേക്ക്. പിന്നെ ബസ്സിൽ തന്നെ പോവാം. ടാക്സിക്കൊക്കെ 600 റുപ്യാണ് റേറ്റ് അറിയുന്നത് 8 ആൾക്ക്.
ഇവിടെ ഇപ്പോഴേ ഇരുട്ടി തുടങ്ങിയിട്ട സമയം 5:45. ഇവിടെ പെട്ടെന്ന് ഇരുട്ട് വരും. സ്നോ ഒക്കെ ക്ലിയർ ആയിട്ടാ, ഏകദേശം മെൽട്ടായി പോയി. ഇനി നാളെ രാവിലെ നല്ല സ്നോ ഉണ്ടാവും, പ്രതീക്ഷിക്കാം, നോക്കാം. ഇപ്പോൾ നമ്മൾ ഡാൽ ഗേറ്റ് അടുത്തേക്ക് എത്തി. അവിടെ 25 രൂപയാണ് ബസ്സിനായത് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ ഡാൽ ഗേറ്റിലേക്ക്. പിന്നെ ഇവിടെ നല്ല അടിപൊളി തണുപ്പാണ് കേട്ടോ. എന്താ പുകയൊക്കെ ഉണ്ടോ? സംസാരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വായിന് പുകയൊക്കെ പോകും. ഞാനാണെങ്കിൽ 2 കുപ്പായും അതിന് വിറ്റ് ജാക്കറ്റ് ഇട്ട് ഇപ്പോഴും, പക്ഷെ ഉള്ളിലേക്ക് ചെറിയ രീതിക്ക് തണുപ്പിലടിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ടാർഗറ്റിന് അവിടെ എത്തി, റൂമിലൊക്കെ എത്തി. ഇപ്പോൾ റൂമിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വന്നേ. ഷാൻഷാ, അൺലിമിറ്റഡ് ഫുഡ് കഴിക്കണ്ടേ? നമ്മൾ റൂമിലെത്തി ഫുഡ് കഴിക്കാൻ പോന്നേ. ആൾക്കാർ 4-5 ഷർട്ടൊക്കെയാണ് ഉള്ളിട്ടിട്ടുള്ളത്. ഞാനൊക്കെ 4 ഷർട്ട് ഇട്ടിട്ടുണ്ട്. കാരണം തണുപ്പാന്ന്. ഇനിയിപ്പം മൈനസിലേക്ക് പോകും. രാത്രി ആയി കഴിഞ്ഞാൽ മൈനസ് ആവുമല്ലോ. എല്ലാവരും റെഡിയാണ്. ബേവാ പെട്ടെന്നോ മയ്യ, തണുപ്പാവും. ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്നോഫാൾ ഉണ്ടാവും കേട്ടോ. സ്നോഫാൾ ഉണ്ടെങ്കിൽ അതും കൂടി കാണിച്ചു തന്നെ ഈ വീഡിയോനെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള പ്ലാൻ കേട്ടോ. കാണിക്കാം, സ്നോഫാൾ ഉണ്ടാവും, മേ ബി ചാൻസ് ഉണ്ട്. രാത്രി ഫുഡ് കഴിക്കാൻ കറി കഴിക്കാൻ നല്ല ചോറും മട്ടൻ കറിയും, അൺലിമിറ്റഡ് മട്ടൻ പോട് അൺലിമിറ്റഡ് ഗ്രേവിയും അൺലിമിറ്റഡ് റൈസും ഒരു മട്ടനും. അടിപൊളി, നല്ല അടി കളിക്കാം. മട്ടൻ പോളും ചോറും അടിപൊളിയാണ്. മൊത്തം അൺലിമിറ്റഡാണ്. നമ്മൾ ഫുഡ് കഴിച്ച ഡാൽ ഗേറ്റിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇവിടെ കുറേ ഷിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. രാത്രി ഒന്നും കാണുന്നില്ല. പിന്നെ അങ്ങ് അവിടെ മലേൻ്റെ അടുത്ത് എന്തൊക്കെയോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ബനിഹാളിന് ശ്രീനഗറിലേക്കുള്ള ട്രെയിൻ യാത്ര വീഡിയോ ആയിരുന്നു ഇത്. പിന്നെ ശ്രീനഗറിലെ കുറച്ച് കാഴ്ചകളും ഫുഡ് കഴിക്കുന്നതൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് സുഹൃത്താണ് ശ്രീനഗർ ടു ബനിഹാൾ ട്രെയിൻ ജേണി. ജീവിതത്തിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ട്രെയിൻ ജേണിയാണ്. അത് ഞാൻ തീർച്ചയായിട്ടും ഒന്നും കൂടി പറയാം. കൊങ്കൺ റെയിൽവേനെ കാട്ടി നമ്മളെ എല്ലാ റെയിൽവേനെ കാട്ടി എടുത്തു നോക്കിയാലും ഏറ്റവും മനോഹരമായൊരു റെയിൽ പാത തന്നെയാണ് ഈ ശ്രീനഗർ ബനിഹാൾ റെയിൽ പാത, എക്സ്പെഷ്യലി ഇൻ വിൻ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു സുഹൃത്തിയാണ്. കാരണം ഗ്ലൗസൊന്നും വേണ്ടിയിട്ട് കുറേ സമയം നിൽക്കാൻ പറ്റുന്നില്ല, നല്ല തണുപ്പാണ്. വേറെ റൂമിലേക്ക് ഇപ്പോൾ പോകുന്ന തിടുക്കത്തിലാണുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.